أشهد أن محمد رسول الله حي على الصلاة حي على الصلاة. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫലസ്തീനിൻ്റെ മോചനം. ആ ഒരു മോചനം എന്ന് നടക്കും? ഒരുപാട് നാളായി അവിടുത്തെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് മോചനം നടക്കുന്നില്ല? അവരെ ആ കൊടും ക്രൂരതയിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ ദയനീയമായ അവസ്ഥകൾ കാണുമ്പോൾ ഒറ്റപ്പെട്ടവർ, കുടുംബങ്ങളില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല. അവർ ജീവിതകാലത്ത് നയിച്ചുണ്ടാക്കിയ അവരുടെ സ്വത്തുകളും മുതലുകളും എല്ലാം നശിപ്പിച്ചു. കൊടും ക്രൂരത. പക്ഷേ എന്നവസാനിക്കും? പക്ഷെ അവിടുത്തെ ജനങ്ങൾ തളരുന്നില്ല, തകരുന്നില്ല. ഇത്രയൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട്. അവരുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കൂടെയില്ല. അവരൊക്കെ ഇന്ന് ആറടി മണ്ണിലാ. എന്നിട്ടും ആ ജനത തകരുന്നില്ല, തളരുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട് അവർക്ക് മോചനം കിട്ടുന്നില്ല? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തുള്ള 4 രാജ്യങ്ങൾ വിചാരിച്ചാൽ അവർക്ക് മോചനം കിട്ടും. അവിടുത്തെ എല്ലാ ക്രൂരതയും നിർത്താൻ സാധിക്കും. പക്ഷേ അവരതിന് തുനിയുന്നില്ല, മനസ്സ് വെക്കുന്നില്ല. എന്തുകൊണ്ട്? ആ 4 രാജ്യങ്ങളും പലപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. നാളെ പരിഹാരം കാണും, മറ്റന്നാളെ പരിഹാരം കാണും. ഒരുപാട് ചർച്ചകൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, പരിഹാരം കാണുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് നേരെ ക്രൂരമായ യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, പരിഹാരം കാണുന്നില്ല. എന്താ അതിൻ്റെ കാരണം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില പ്രവചനങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, സ്വഹാബ, എൻ്റെ കാലശേഷം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവരിങ്ങനെ ഉദിച്ചുകൊണ്ടേയിരിക്കും. അവരെ തകർത്താൻ നോക്കിയാൽ, അവരെ തളർത്താൻ നോക്കിയാൽ അവർ തളരൂല. അല്ലാത്ത ഈമാനായിരിക്കും അവർക്ക്. ആരെക്കുറിച്ച് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത്? അള്ളാഹിൻ്റെ ഹബീബ് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നത്തെ ഫലസ്തീനികൾ അവർക്കെതിരെ തീവ്രവാദികളാണെന്ന് അവർ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പല പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവർ തകരുന്നില്ല, തളരുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, സ്വഹാബ, ഡമാസ്കസിൻ്റെ ചില ഭാഗങ്ങളിൽ അവർ യുദ്ധങ്ങൾ നടത്തും, ഘോരമായ യുദ്ധങ്ങൾ നടത്തും. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചില ഭാഗങ്ങളിൽ യുദ്ധം നടത്തും. അവിടുത്തെ പല ഭാഗങ്ങളിൽ യുദ്ധം നടത്തി അത് പിടിച്ചെടുക്കാൻ അവർ നോക്കും. ഇതൊക്കെ ഇന്ന് നടക്കുന്നില്ലേ? അള്ളാഹിൻ്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന കാര്യങ്ങളാ. സഹാബ, എൻ്റെ കാലശേഷം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും. അവർക്കെതിരെ ഘോരമായ യുദ്ധങ്ങൾ നടത്തും. അവരെ തളർത്താൻ നോക്കും, അവരെ തകർത്താൻ നോക്കും. പക്ഷെ അവരിങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും. അവർ തകരൂല, തളരൂല. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ ഹബീബ് 1400 വർഷങ്ങൾക്കും പറഞ്ഞ കാര്യമാ. ഇന്ന് നടക്കുന്നില്ലേ ഈ ഒരു കാര്യം ഫലസ്തീനിൽ? എന്നാൽ ഇങ്ങനെയൊക്കെ ക്രൂരതകൾ അവർക്കെതിരെ ചെയ്യുമ്പോഴും അവരുടെ വിശ്വാസം ഒട്ടും കുറഞ്ഞു പോകൂല. അവർ ഖിയാമത്ത് നാൾ വരെ അള്ളാഹിൻ്റെ മാർഗത്തിൽ അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കും. അവരെക്കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ ആളുകൾക്കെതിരെ നിൽക്കുന്നവരല്ല, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കും. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, ഡമാസ്കസിൻ്റെ പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഫലസ്തീനിൻ്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആളുകളുടെ ഈമാൻ ഒട്ടും ചോർന്നു പോകുന്നില്ല. എന്തുകൊണ്ട്? അവര് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? അള്ളാഹിൻ്റെ ഹബീബ് എന്ന് പറയുന്നുണ്ട്, സ്വഹാബ, 4 കാര്യങ്ങൾ എൻ്റെ കാലശേഷം നടക്കും. എൻ്റെ കാലശേഷം 4 ഫിത്തിനകൾ പൊട്ടിപ്പുറപ്പെടും. അതിൽ ഒന്നാമത്തെ ഫിത്തിന, സ്വഹാബ, അള്ളാഹിൻ്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയാ, ഒന്നാമത്തെ ഫിത്തിന, എൻ്റെ കാലശേഷം നടക്കുന്ന ഒരു ഫിത്തിന കൊലപാതകമായിരിക്കും. കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. കൊല്ലുന്നവൻ അറിയില്ല എന്തിനാ കൊന്നത്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്തിനാ കൊല ചെയ്യപ്പെട്ടവര്. ഇങ്ങനത്തെ കൊടും ക്രൂരതകൾ, കൊടും കൊലപാതകങ്ങൾ ഇങ്ങനെ നടക്കും. ഇന്ന് നമ്മൾ കാണുന്നില്ലേ? പശ്ചിമേഷ്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നില്ലേ? അതൊക്കെ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാകും. കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാ കൊല ചെയ്യപ്പെട്ടത്.
കൊന്നവൻ അറിയില്ല എന്തിനാ കൊന്നത്. ഇങ്ങനത്തെ കൊടും കൊലപാതകങ്ങൾ എൻ്റെ കാലശേഷം നടക്കുമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യം, രക്തം ഹലാലാകുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വരും. കൊടും ക്രൂരതകൾ, കൊടും കൊലപാതകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, എൻ്റെ കാലശേഷം നടക്കുന്ന രണ്ടാമത്തെ ഫിത്ന സ്വഹാബത്തെ ഇങ്ങനെ കൊടും ക്രൂരതകൾ, കൊടും കൊലപാതകങ്ങൾ ചെയ്തിട്ട് അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചെടുക്കുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നടക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ ചിന്തിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ കൊടും ക്രൂരതകൾ ചെയ്തിട്ട്, ഇങ്ങനെ സമ്പത്തുകളെല്ലാം മോഷ്ടിച്ചിട്ട്, ഇങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന അതെല്ലാം ചെയ്തിട്ട് എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അഭിമാനം എല്ലാം കളഞ്ഞിട്ട്, എല്ലാം നശിപ്പിച്ചിട്ട്. എന്നാൽ അള്ളാഹിൻ്റെ ഹബീബോടെന്ന് പറയുന്നുണ്ട്, സ്വഹാബത്തെ മൂന്നാമത്തെ ഒരു ഫിത്ന, എൻ്റെ കാലശേഷം നടക്കുന്ന മൂന്നാമത്തെ ഒരു ഫിത്ന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ ക്രൂരമായി മർദ്ദിക്കും, ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യും. എൻ്റെ ഉമ്മത്തിന് നേരെ ക്രൂരമായ പല ക്രൂരതകളും അവർ ചെയ്യും. എന്നിട്ട് അവരുടെ സമ്പത്തുകളെല്ലാം പിടിച്ചെടുക്കും, അവരുടെ വീടുകളെല്ലാം പിടിച്ചെടുക്കും. എന്നിട്ട് അവരുടെ ഉമ്മ എന്നില്ല, പിതാവെന്നില്ല, മക്കളെന്നില്ല, എല്ലാവരുടെയും മാനം കവരുന്ന ഒരു കാലം വരും സ്വഹാബത്തെ. ഇങ്ങനെ നടക്കാതെ ലോകം അവസാനിക്കില്ല. നമ്മൾ ചിന്തിച്ചാൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബ, നാലാമത്തെ ഒരു ഫിത്ന, എൻ്റെ കാലശേഷം നടക്കുന്ന നാലാമത്തെ ഒരു ഫിത്ന, അന്ധമായൊരു യുദ്ധം നടക്കും. കണ്ണും കാതും കാണാത്ത ഘോരമായൊരു യുദ്ധം നടക്കും. ഇങ്ങനെ ആ യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എൻ്റെ സമുദായത്തിന് പേരെ ക്രൂരമായ ക്രൂരതകൾ ഇങ്ങനെ അവരിങ്ങനെ അയച്ചുവിടും. ഇന്ന് നടക്കുന്നില്ലേ? ഇന്ന് നമ്മൾ കാണുന്നില്ലേ? നമ്മൾ ചിന്തിച്ചാൽ മതി, ഇന്ന് എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു? ആ ഒരു സംഘട്ടനം നടക്കുമ്പോൾ, ആ ഘോരമായ യുദ്ധം നടക്കുമ്പോൾ, മക്കളെന്നില്ല, മുതിർന്നവരെന്നില്ല, ചെറുതെന്നില്ല, വൃദ്ധന്മാരെന്നില്ല, അന്ധമായ യുദ്ധം ഇങ്ങനെ തുടരെ നടന്നുകൊണ്ടിരിക്കുമെന്ന് സ്വഹാബത്തിനോട് 1400 വർഷങ്ങൾക്കും അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്നില്ലേ? മാതാവെന്നില്ല, പിതാവെന്നില്ല, എന്നാൽ എല്ലാവരെയും കൊടും ക്രൂരതകൾ ചെയ്യുന്ന യുദ്ധം ഇന്ന് നടക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ യുദ്ധങ്ങൾ നടക്കുമ്പോഴും അറബ് രാജ്യങ്ങളെല്ലാം നോക്കി നിൽക്കും. അവർക്കെതിരെ പരിഹാരങ്ങൾ പലരും പറയും, പക്ഷേ പരിഹാരം കാണൂല. യുദ്ധം നിർത്തിയെന്ന് പറയും, പക്ഷേ യുദ്ധം നിർത്തൂല. ക്യാമ്പിലേക്ക് പോയിക്കോളൂ എന്ന് പറയും, ക്യാമ്പിലേക്ക് പോകാൻ പറയും, പക്ഷേ അവിടെയും അവസാനിക്കൂല. ഇങ്ങനെ തുടരെ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കും സ്വഹാബ. അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, സ്വഹാബ, ഇങ്ങനെ ക്രൂരമായി തുടരെ യുദ്ധം നടക്കും. കണ്ണും കാണൂല, കാതും കേൾക്കൂല. ഇത്രയും ക്രൂരമായ, കണ്ണിൽ ചോരയില്ലാത്ത യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കും. ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നവര്, ഒറ്റപ്പെട്ടവര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കരയുന്നവര്, നേരവണ്ണവർക്ക് ഭക്ഷണം പോലും കിട്ടൂല, വെള്ളത്തിൻ്റെ ഒരു ഉറ്റി വെള്ളം കിട്ടാൻ പോലും അവർ കെഞ്ചും. ഇങ്ങനെ സങ്കടത്തോടെ അവർ നിൽക്കുമ്പോൾ സമാധാനത്തിൻ്റെ വാക്കുകൾ, സാന്ത്വനത്തിൻ്റെ വാക്കുകൾ അവർ പ്രതീക്ഷിക്കും, പക്ഷേ അത് പറയൂല. അറബ് രാജ്യങ്ങൾ, സൗദി ആകട്ടെ, ഇറാൻ ആകട്ടെ, ഇറാഖ് ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷേ അവരാരും പറയൂല. യുദ്ധം നിർത്ത്, യുദ്ധം അവസാനിക്ക്. എല്ലാവരും ഇങ്ങനെ കുത്തികളായി നോക്കി നിൽക്കും സ്വഹാബ. എൻ്റെ സമുദായത്തിന് നേരെ ഇങ്ങനെ ക്രൂരമായ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കും. അവരൊന്ന് പറയൂല, ഒന്ന് നിർത്ത്, അവസാനിക്ക്. അവരിങ്ങനെ അധികാരത്തിൻ്റെ കസാരയിൽ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. പല ആഹ്വാനങ്ങളും അവർ നടത്തും, പലതും പറയും, പക്ഷെ അവരാരും പറയൂല, അത് അവസാനിക്കൂല. പക്ഷേ പല ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്, പരിഹാരം കാണുന്നില്ല. എന്തേ? എവിടെ പരിഹാരം? ആര് വിചാരിക്കണം? ഏത് രാജ്യങ്ങൾ വിചാരിക്കണം? അറബ് രാജ്യങ്ങൾ ഇങ്ങനെ കുത്തികളായി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. 1400 വർഷങ്ങൾക്കും അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ഇതിലേക്ക് ഉന്നയിച്ച് നോക്കിയാൽ മതി. അല്ലാഹു ഈ പ്രിയപ്പെട്ട ഫലസ്തീനികൾക്ക് നല്ല മോചനം നൽകുമാറാവട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണ പരിഹാരം കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും. അള്ളാഹിൻ്റെ ഹബീബ് പല കാര്യങ്ങളും പറഞ്ഞത് ഇങ്ങനെ പ്രവചിക്കുകയാണ്.
ഈ 4 കാര്യങ്ങൾ, 4 ഫിത്തിനകൾ എൻ്റെ കാലശേഷം പൊട്ടി പുറപ്പെടും സ്വഹാബ. ഇങ്ങനത്തെ ഫിത്തിനകൾ നടക്കാതെ ലോകം അവസാനിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം